നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് അറിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ പണി പാളും. പ്രത്യേകിച്ചും പ്ലസ് ടുവും പ്ലസ് വണ്ണും. പ്ലസ് ടുവിന്റെ ഫിസിക്സിന്റെ ഫൈനൽ എക്സാമിന് വരുന്ന ഏകദേശം വെയിറ്റേജ് ഞാൻ പറയാം. ഇത് മോഡൽ എക്സാമിന്റെ തന്നെയാണ്. ഏകദേശം ഫൈനൽ എക്സാമിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പെട്ടെന്ന് വായിക്കാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് 9 മാർക്ക്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 8 മാർക്ക്, കറന്റ് ഇലക്ട്രിസിറ്റി 6 മാർക്ക്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 8 മാർക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് 31 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആദ്യത്തെ 4 ചാപ്റ്റർ. ഓക്കെ. മാഗ്നറ്റിസം ആൻഡ് മാറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് നിന്നും 5 മാർക്ക് 5 മാർക്ക്, AC 7 മാർക്ക്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 3 മാർക്ക്, റേ ഒപ്റ്റിക്സ് 10 മാർക്ക്, വേവ് ഒപ്റ്റിക്സ് 5 മാർക്ക്. ബാക്കി ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് 3 മാർക്ക്. എല്ലാത്തിനും 3 മാർക്ക്. അന്നേരം നിങ്ങൾ വിചാരിക്കും യോടാ ആ 3 മാർക്ക് വിട്ടേക്കാം. ഞാൻ പറയുന്നു, ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, എളുപ്പത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ 4 ചെറിയ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കും. പക്ഷേ ഈ 6 ചാപ്റ്ററിൽ നിന്നാണ് 50% ക്വസ്റ്റ്യൻസ്. ഏതാണ് 50% ക്വസ്റ്റ്യൻസ്? ആദ്യത്തെ ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കറന്റ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, AC, റേ ഒപ്റ്റിക്സ് 50% മാർക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 60ൽ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടുന്ന ഉറപ്പിക്കുന്ന ഈ 6 ചാപ്റ്ററാണ്. അറിഞ്ഞു പഠിക്കുക, മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ കാര്യത്തോടെ പറയാം. സൊല്യൂഷൻസിന് 10 മാർക്ക്, ഇലക്ട്രോ കെമിസ്ട്രി 10 മാർക്ക്, കെമിക്കൽ കൈനറ്റിക്സ് 8 മാർക്ക്, D&F 7, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 10, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ വെരീൻസ് 9, ആൽക്കഹോൾസ് ഫിനോൾസ് 6, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് 9 മാർക്ക്, അമീൻസിനും ബയോമോളിക്യൂൾസിനും 5 4. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലുള്ള വെയിറ്റേജ് ആണ്. 10 മാർക്ക് വീതമുള്ള 3 ചാപ്റ്റർ ഉണ്ട്. സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഓർഗാനിക്കിനെല്ലാം ഏകദേശം ഒരേ വെയിറ്റേജ് വരുന്നുണ്ട്. ആൽക്കഹോൾസും ഫിനോൾസിനും അമീൻസിനും ബയോമോളിക്യൂൾസിനും ഉള്ള ഇച്ചിരി വെയിറ്റേജ് കുറവ്. എന്നാൽ പോലും ഇതും ഈ പറഞ്ഞ പോലെ ചെറിയ വേരിയേഷൻ വരാം. പിന്നെ മാത്സിൻ്റെയും പെട്ടെന്ന് നിങ്ങൾ കേൾക്കുക. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 7 മാർക്ക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി 3, മെട്രിസസ് 7, ഡിറ്റർമിനൻസ് 6, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9 മാർക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് 7 മാർക്ക്, ഇന്റഗ്രൽസ് 9 മാർക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്ക്, വെക്ടർ ഓൾജിബ്ര 7 മാർക്ക്, 3 ഡയമെൻഷണൽ ജോമെട്രി 4 മാർക്ക്, ലീനിയർ പ്രോഗ്രാമിങ്ങും പ്രോബബിലിറ്റിയും 6ഉം 7ഉം മാർക്ക്. ഇതിൽ നിന്നും ചെറിയ വ്യത്യാസം. പക്ഷേ വെയിറ്റേജ് അറിഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാം. അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് വേണ്ടവരെ അതിനനുസരിച്ച് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്നവർക്ക് ഫുൾ മാർക്ക് നേടാം. ഞാൻ പറഞ്ഞത്, ഈ വെയിറ്റേജ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതുപോലെ പബ്ലിക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അന്നേരം ഇത് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് വീഡിയോ ആണ്. മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ലാസ്റ്റ് നിമിഷം ഷെയർ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.